ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി വരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള സംസ്ഥാന കൺവീനറായി PV അൻവറിനെ തെരഞ്ഞെടുത്തു എന്ന കാര്യം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിക്കുന്നു. സ്റ്റേറ്റ് കൺവീനർ എന്ന പൊസിഷനാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സ്റ്റേറ്റ് കൺവീനറായി PV അൻവറിനെ നിയമിച്ചു എന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ഓഫ് കേരള സ്റ്റേറ്റ് തൃണമൂൽ കോൺഗ്രസ് സ്റ്റേറ്റ് കൺവീനർ ഇതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. All India Trinamool Congress under the inspiration and the guidance of Honorable Chairperson Srimati Mamata Banerjee is pleased to announce the Kerala State Trinamool Congress State Convener. ഇതാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ തരത്തിൽ അൻവറിനെ പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് അൻവറിന്റെ രാജ്യപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നു. അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിന്റെ അടിസ്ഥാനം. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം, എന്നാൽ കേരളത്തിൽ അത് UDF-നൊപ്പമായി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം, ഇതാണ് PV അൻവർ ലക്ഷ്യം. ഇത് കേരളത്തിൽ ഈ വരാനിരിക്കുന്ന നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നീക്കവും അൻവർ നടത്തുമ്പോൾ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ, ഒരു കാര്യം കൂടി, ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? അദ്ദേഹം മാധ്യമങ്ങളെ കാണാനോ അതല്ലെങ്കിൽ ഈ നീക്കം അൻവറിന്റെ പ്രസ്താവനയോട് ഏത് തരത്തിൽ നീക്കം നടത്താനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ കഴിയും? ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, UDF സ്ഥാനാർത്ഥി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുക. ഞാനും ജോയിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം, ആരാണ് ഷൗക്കത്ത് എന്ന PV അൻവറിൻ്റെ പരിഹാസത്തിന് മറുപടി പറയുന്നില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. തന്നെക്കുറിച്ച് പ്രവർത്തകർക്കറിയാം, തന്നെക്കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്ര തൃപ്തികരമായ, അത്രയും ഒരു പരിഹാസത്തിൻ്റെ രീതിയിലുള്ള മറുപടിയല്ല ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അൻവറിൻ്റെ പരാമർശം ഏറെ മോശമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് എന്ന് തന്നെ വേണം പറഞ്ഞു വെക്കാൻ. അവിടെയും നേരത്തെ സൂചിപ്പിച്ചല്ലോ, UDF-ലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിലമ്പൂരിലെ കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ, ഒരു തർക്കം ഉണ്ടാക്കാൻ അൻവറിന് അവിടെ സാധിക്കുന്നു എന്ന്